Hey BCom and BBA students. Looking for FYUGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ FUGP 5th സെമസ്റ്റർ BCom മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞതാണ്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ വൈസ് നിങ്ങൾ നോക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. കാര്യം എന്താണ്, അതൊരു കണ്ടിന്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നോക്കാനായിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? അക്കൗണ്ടിങ് റേഷ്യോസ് എന്നുള്ളതാണ്. അപ്പോൾ റേഷ്യോ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ നേച്ചറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എടുത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എത്ര തരം അക്കൗണ്ടിങ് റേഷ്യോസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ബ്രോഡ് ടൈപ്സ് ആ മെയിനായിട്ട് എന്താണ് 6 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, ഷോർട്ട് ടേം സോൾവൻസി ആണ്. എന്താ ലിക്വിഡിറ്റി? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 2000 രൂപേൻ്റെ നോട്ട്, പണ്ടത്തെ 2000 രൂപേൻ്റെ നോട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്നൊരു ചായ കുടിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് ലിക്വിഡ് അസറ്റ് ഇല്ല. അല്ലെ, പെട്ടെന്ന് വിനിമയിക്കാൻ എന്താണ് അത്തരം ഒരു സാഹചര്യത്തിൽ ചെറിയ ഡിനോമിനേഷൻ്റെ കറൻസി ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു 10, 20, 50 ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അത് ചിലവാക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്കൊരു 10 ലക്ഷം അല്ലെങ്കിൽ എന്താണ് വലിയ തുകകൾ വരുമ്പോൾ നമുക്കൊന്നുകിൽ ബാങ്കിലോ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ വലിയ ക്യാഷ് ആയിട്ടോ കയ്യിൽ പൈസ വേണം. 10 ലക്ഷത്തിൻ്റെ സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ല. സ്ഥലം എന്താണ്, അത് ലിക്വിഡ് അല്ല. കാര്യം പെട്ടെന്ന് എന്താണ് അത് വിനിമയം നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്, ഇത് ലിക്വിഡിറ്റി നോക്കുന്നതാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയും ഈ പറഞ്ഞ കറണ്ട് അസറ്റും വെച്ചിട്ടാണ് നോക്കുക. അതിൽ പലതരമുണ്ട്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി നോക്കാനും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നോക്കാനാണ് ഈ റേഷ്യോ വരുന്നത്. അതിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഉണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ടേൺ ഓവർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, നമ്മൾ ആക്ടിവിറ്റി ടേൺ ഓവർ എന്ന് പറയുമല്ലോ, നമ്മൾ എത്ര സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ട് ഒരു വർഷത്തിൽ ടേൺ ഓവർ എന്ന് വെച്ചതാണ് ക്യാഷ് വീണ്ടും ക്യാഷ് ആയിട്ട് വരിക. ക്യാഷ് കൊടുത്ത് സ്റ്റോക്ക് വാങ്ങുന്നു, സ്റ്റോക്ക് വിറ്റിട്ട് എന്താണ് ക്യാഷ് പിന്നെയും വരുന്നു. അതൊരു എന്താണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. അത്തരത്തിൽ ടേൺ ഓവർ എത്ര പെട്ടെന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അറിയാൻ ആക്ടിവിറ്റീസ് അറിയാനാണ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ്. അതിൽ നിന്നാണ് ഹൗ എഫിഷ്യൻ്റ്ലി അസറ്റ്സ് ആൻഡ് റിസോഴ്സസ് ആർ യൂട്ടിലൈസ്, നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് അസറ്റും റിസോഴ്സുകളും യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടേൺ ഓവർ റേഷ്യോസിൽ നോക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എന്താണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. പിന്നീടാണ് സോൾവൻസി റേഷ്യോ വരുന്നത്. മെഷേഴ്സ് സ്റ്റെബിലിറ്റി ടു പേ ലോങ് ടേം ഡെപ്റ്റ് ആണ്. ലോങ് ടേം ഡെപ്റ്റ് എന്താണ് റീപേ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി റേഷ്യോസിൽ പറഞ്ഞത്. ഷോ ദ ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ എന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. സോൾവൻസി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സമ്പാദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 100 രൂപ എടുക്കാണ്ട് അത് ലിക്വിഡിറ്റി ഉണ്ട്. സോൾവൻസി എന്താണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് അസറ്റ് ഉണ്ട്, സ്ഥലമുണ്ട്, വീടുണ്ട്. അപ്പോൾ അത് എന്താണ് നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് ഒക്കെ എന്താണ് അത് വെച്ച് നമുക്ക് വീട്ടാനായിട്ട് സാധിക്കും. പിന്നെ ലിവറേജ് ആണ് വരുന്നത്. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ ആണ്. മെഷേഴ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ലിവറേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനും ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ ഒക്കെ എന്താണ് ഈ ലിവറേജ് റേഷ്യോസിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നീട് അടുത്ത റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് വെച്ചാൽ നമ്മുടെ ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂ കൃത്യമായിട്ട് അറിയാനാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഏർണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ എന്താണ് കണക്കുകളിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് റേഷ്യോ എന്തായിരുന്നു? ലിക്വിഡിറ്റി റേഷ്യോ ആയിരുന്നു അല്ലേ. നമ്മളിവിടെ കണ്ട ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അതിൽ പ്രധാനമായിട്ടും കറണ്ട് റേഷ്യോ വരുന്നുണ്ട്, ലിക്വിഡ് റേഷ്യോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ട് ടേം സോൾവൻസി കൃത്യമായിട്ട് തിരിച്ചറിയാനാണ് ഈ ലിക്വിഡ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് കറണ്ട് റേഷ്യോ ആണ് നോക്കുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോയിൽ എന്തൊക്കെയാണ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ കറണ്ട് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനാണ് കറണ്ട് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റുള്ള ആൾക്കാർ അത് നോക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് എഴുതി വെക്കുക. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് റേഷ്യോ അധികം എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇതിന് മുൻപ് പറഞ്ഞത് നിങ്ങൾക്ക് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെറിയൊരു ഫീസ് നോട്ടിന്
ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഈ ഇക്വേഷൻ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഈ കറണ്ട് അസറ്റ് എന്തൊക്കെയാണ്? ഈ ഐറ്റംസ് ഒക്കെയാണ് കറണ്ട് അസറ്റ്: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെന്താണ് ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി, വർക്ക് ഇൻ പ്രോഗ്രസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഏകദേശം ഇതിൽ ഒരുപാടുണ്ട് വേറെയും. പിന്നെന്താണ് കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഷോർട്ട് ടേം അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പിന്നീട് എന്താണ് ഡിവിഡൻഡ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ചില കേസുകൾ നമുക്ക് ക്വിക്ക് റേഷ്യോ ഒക്കെ എടുക്കുമ്പോൾ അത് എടുക്കില്ല. ചില കേസുകളെ കറണ്ട് അസറ്റ് എടുക്കുമ്പോൾ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് കറണ്ട് റേഷ്യോ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ആസ് എ കറണ്ട് ലയബിലിറ്റി ഓൾദോ സം അക്കൗണ്ടൻസ് ട്രീറ്റ് ഇറ്റ് ആസ് ലോങ് ടേം ലോൺ. ചില ആൾക്കാർ എന്താണ് അതിന് ലോങ് ടേം ലോൺ ആയിട്ട് കണക്കാക്കും. ദിസ് ഈസ് നോട്ട് കറക്റ്റ് ബിക്കോസ് ബാങ്ക് ക്യാൻ വിഡ്രോ ദ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അറ്റ് എനി ടൈം. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒരു ഷോർട്ട് ടേം എക്സാം ആണ്. അപ്പോൾ എന്താണ് ഒരു ഷോർട്ട് ടേം എന്താണ് ലയബിലിറ്റി ആണ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് കറണ്ട് ലയബിലിറ്റി, മനസ്സിലാക്കി വെക്കാം. ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കുകൾ നിങ്ങൾ നോക്കുക. ട്രഡീഷണൽ ബെഞ്ച് മാർക്ക് ഐഡിയൽ ആയിട്ട് നമ്മളിപ്പോൾ എന്താണ് ഒരു കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഇരട്ടി എന്ത് വേണം? കറണ്ട് അസറ്റ് വേണം എന്നുള്ളതാണ്. ഒരു 10,000 രൂപ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 20,000 രൂപയെങ്കിലും മിനിമം എന്ത് വേണം? കറണ്ട് അസറ്റ് വേണം. അതാണ് ഐഡിയൽ. അപ്പോൾ ട്രഡീഷണൽ ബെഞ്ച് മാർക്കാണ് അതിന്. ഐഡിയൽ കറണ്ട് റേഷ്യോ എന്താണ്? 2:1 ആണ്. ഇനി റീറ്റെയിൽ ആൻഡ് സൂപ്പർ മാർക്കറ്റ്സിൽ എന്താണ്? അതിപ്പോൾ 1.2 മതി. കാര്യം എപ്പോഴും ഇങ്ങനെ ഈ സ്റ്റോക്കൊക്കെ പോകുന്നതല്ലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ എന്താണ് ഒരു 100 രൂപ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 120 രൂപ അല്ലെങ്കിൽ എന്താണ് 150 രൂപ വരെ മതി. 2ലേക്ക് എത്തണ്ട. മാനുഫാക്ചറിങ് ആകുമ്പോൾ എന്താണ് 1.5 മുതൽ 2 വരെ മതി. 150 മുതൽ 200. ഞാൻ പറഞ്ഞ 100 രൂപേൻ്റെ കറണ്ട് എന്താണ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 150 മുതൽ 200 രൂപ വരെയുള്ള കറണ്ട് അസറ്റ് മതി കയ്യിൽ. ഇനി ടെക്നോളജിക്കൽ കമ്പനി ആകുമ്പോൾ 1.5 to 3 വരെയാണ്. അപ്പോൾ എന്താണ് 150 മുതൽ അപ്പോൾ 100 രൂപേൻ്റെ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 150 മുതൽ 300 വരെ കറണ്ട് അസറ്റ് മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കുകൾ, മനസ്സിലാക്കി വെക്കുക. ഇനി കറണ്ട് റേഷ്യോയുടെ എന്താണ് പ്രാധാന്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കറണ്ട് റേഷ്യോ മെഷേഴ്സ് ദ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ് എന്നുള്ളതാണ്. ബിസിനസിൻ്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് ഓൺ ടൈം എന്നുള്ളതാണ്. അതായത് എന്താണ് കറണ്ട് ലയബിലിറ്റി ഓൺ ടൈമിൽ പേ ചെയ്യാനുള്ള എബിലിറ്റി ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സ്ട്രെങ്ത് കൃത്യമായിട്ട് ഷോ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രൊവൈഡ്സ് എ മാർജിൻ ഓഫ് സേഫ്റ്റി. ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി, നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ എത്രമാത്രം എന്താണ് നമുക്ക് ട്രാൻസാക്ഷൻ നടന്നാലാണ് എത്ര പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് സേഫ് ആവുക എന്നുള്ളതാണ് ബിസിനസ്. അത് കൃത്യമായിട്ടും എന്താണ് തിരിച്ചറിയാൻ സഹായിക്കും. പിന്നെ ഹെൽപ്സ് അസസ് ദ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ടും അസസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 3 മാർക്കിൽ നിങ്ങളെടുത്ത് എന്താണ് കറണ്ട് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഷോർട്ട് ടേം ലിക്വിഡിറ്റി എന്താണ് മെഷർ ചെയ്യാൻ സഹായിക്കുന്നു, കറണ്ട് ലയബിലിറ്റി കൃത്യമായിട്ട് കൊടുക്കാൻ സഹായിക്കുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു, മാർജിൻ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അസസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഓഫ് കറണ്ട് റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു എക്സാമിന് പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും കൂടി എഴുതേണ്ടി വരും. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലേ. അപ്പോൾ വളരെ ഹൈ കറണ്ട് റേഷ്യോ ആണെങ്കിൽ എന്താണ് ഈ കറണ്ട് അസറ്റും കറണ്ട് എന്താണ് ഇപ്പോൾ 3:1 4:1 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ? എക്സസ് കറണ്ട് അസറ്റ് ഉണ്ട്, പുവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. കൃത്യമായിട്ട് നമ്മൾ ഈ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഐഡിയലായിട്ട് കുറേ ക്യാഷ് കിടക്കുന്നുണ്ട്. എക്സസ് എന്നാണ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ഇൻവെൻട്രി ആണ്, ഇന്നെഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഒരു ബാലൻസിൽ വെക്കണം. ഒരു 3:1 കടക്കാൻ പാടില്ല. 3:1 ഒക്കെ മാക്സിമം വരാൻ പാടുള്ളൂ. വല്ലാതെ വന്നതാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വെരി ഹൈ ആണ്. ഇനി ലോ ആണെങ്കിൽ എന്താണ് ഇപ്പോൾ 1:1 1/2 ഒക്കെ വരില്ല ചിലപ്പോൾ. കറണ്ട് ലയബിലിറ്റീൻ്റെ പകുതിയെ ചിലപ്പോൾ കറണ്ട് അസറ്റ് ഉണ്ടാവുള്ളൂ. അത്തരം സാഹചര്യത്തിൽ എന്താണ് ഡിഫിക്കൽട്ടി ഇൻ പേയിങ് ഷോർട്ട് ടേം ലയബിലിറ്റി, റിസ്ക് ഓഫ് ക്യാഷ് ഷോർട്ടേജ് മേ എഫക്ട് പ്രൊഡക്ഷൻ ഓർ സെയിൽസ്, ഇൻഡിക്കേറ്റ്സ് വീക്ക് വർക്കിംഗ് എന്താണ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. അത്തരം സാഹചര്യത്തിൽ എന്താണ് വീക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത് എന്നുള്ളതാണ്. ഇനി ഐഡിയൽ ആയിട്ടുള്ള ഇനിയിപ്പോൾ 2:1 അതായത് 1.5 ടു അപ് ടു 3 ഒക്കെ ഒരു ഐഡിയൽ അല്ലേ. ബിസിനസ് ക്യാൻ മീറ്റ് എന്നാണ്. അത്തരം സാഹചര്യമാണെങ്കിൽ ബിസിനസ്സിന് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ടും കറണ്ട് അസറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രോപ്പർ ബാലൻസ് ഓഫ് ക്യാഷ് ആണ്. ക്യാഷ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രി ബാലൻസ് ചെയ്യുന്നുണ്ട്, റിസീവബിൾസ് ബാലൻസ് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ്സ് ഗുഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമ്പിൾ 1 ആണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ അതിൽ ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മെഷീനറി കറണ്ട് അസറ്റ് അല്ല. അത് നിങ്ങളിപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കറണ്ട് അസറ്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ കറണ്ട് അസറ്റ്സ് ആയിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക്. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ സ്റ്റോക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത് മെഷീനറി എന്തല്ല, ഇറ്റ് ഇസ് എ ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണ്.
അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ കാണിച്ച പോലെ എന്താണ് ഇതൊന്ന് ഏകദേശം നോക്കി വെക്കുക. പിന്നെ ഇതല്ലാതെ ഒരുപാട് കറണ്ട് അസറ്റ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കറണ്ട് അസറ്റും ഫിനാൻഷ്യൽ അസറ്റും തമ്മിലൊരു ധാരണ വേണം. ഇനി കറണ്ട് ലയബിലിറ്റി എന്താണ് വരുന്നത്? ഈ പറഞ്ഞ സൺട്രി ക്രെഡിറ്റർ, ബിൽസ് പേയബിൾ, എന്താണ് എക്സ്പെൻസ് പേയബിൾ. അപ്പോൾ എന്താണ് എക്സ്പെൻസ് പേയബിൾ, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്. ലോങ് ടേം ലോൺ ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് കറണ്ട് ലയബിലിറ്റി അല്ല. അപ്പോൾ നിങ്ങളിതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കറണ്ട് അസറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,50,000 ആണ്. എല്ലാ കറണ്ട് ലയബിലിറ്റി ആഡ് ചെയ്താൽ 2 lakh ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് ഇവിടെ ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക നിങ്ങളിവിടെ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 3,50,000 ഡിവൈഡ് ബൈ 2 lakh. പൂജ്യങ്ങൾ വെട്ടിക്കളയാം. 35/20. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 17.5 വരും. അപ്പോൾ 1.75:1 ആണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഈ 20നെ, അതായത് എന്താണ് 35 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് നോക്കുക. അപ്പോൾ 35 എന്താണ് ഡിവൈഡഡ് ബൈ 20 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1.75 എന്ന് കിട്ടും. നിങ്ങൾ ആദ്യം 1.75 എന്ന് എഴുതുക. നമ്മൾ കണ്ടതാണ് അക്കൗണ്ടിങ് റേഷ്യോസിൽ നിന്നാണ് റേഷ്യോ ആയിട്ട് എഴുതുമ്പോഴാണ് ഇതിൻ്റെ നെക്സ്റ്റ് പോർഷൻ എന്താണ് അത് 1 എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. കാര്യം എന്താണ് ഇവിടെ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേറ്ററിൽ ഈ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഉത്തരം കിട്ടിയിട്ട് ഇവിടെ ആദ്യം എഴുതുക, എന്നിട്ട് ഈസ് ടു എന്നിടുക. അതായത് എന്താണ് 1.75 അല്ലേ, ഈസ് ടു എന്താണ് 1 എന്ന് എഴുതുക. അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സ്കോർ ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും എഴുതുക. ദ കറണ്ട് റേഷ്യോ ഷോസ് ദാറ്റ് for every rupee one of current liability, their current asset is worth rupee 1.75. അപ്പോൾ ₹1 കറണ്ട് ലയബിലിറ്റിക്ക് എന്താണ് ₹1.75 കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, 2:1 അല്ല ഐഡിയൽ ട്രഡീഷണൽ രീതിയിൽ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഹെൻസ് ദ firm will not find much difficulty in meeting its current liabilities. However, the current ratio is just below the benchmark. For understanding the operational efficiency, it is necessary to know the type. അപ്പോൾ ടൈപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മെഷീനറീസ് ഫിക്സഡ് അസറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ കാൽക്കുലേഷൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആർ കറണ്ട് അസറ്റ് ആൻഡ് ലോങ് ടേം ലോൺ ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ എഴുതി വെക്കുക. ഇനി കറണ്ട് റേഷ്യോൻ്റെ ലിമിറ്റേഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ ഗുണങ്ങൾ കണ്ടതാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ് കറണ്ട് റേഷ്യോയുടെ? ദ റേഷ്യോ മേ ലുക്ക് ഗുഡ് ഈവൺ ഇഫ് ദ സ്റ്റോക്ക് കനോട്ട് ബി സോൾഡ് ക്വിക്ക്ലി. എന്താണ് ഈ സ്റ്റോക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും റേഷ്യോ നല്ലതായിട്ട് കാണിക്കും. അപ്പോൾ അത് നല്ലതല്ല. കാര്യം റേഷ്യോ ചിലപ്പോൾ എന്താണ് 2:1 3:1 കാണിക്കുമ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് കാണിക്കുന്നത്? നമ്മുടെ സ്റ്റോക്ക് വേഗം വിറ്റ് പോകാത്തത് കൊണ്ടായിരിക്കും. സോ അതൊരു നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് അസ്യൂംസ് ഓൾ കറണ്ട് അസറ്റ്സ് ആർ ഈക്വലി ലിക്വിഡ്. ഇതെന്താ അസ്യൂം ചെയ്യുന്നത്? എല്ലാ കറണ്ട് അസറ്റും ഈക്വലി ലിക്വിഡ് ആണെന്ന് എന്താണ് അസ്യൂം ചെയ്യാണ്. ക്യാഷ് ഇസ് മോർ ലിക്വിഡ് ദാൻ സ്റ്റോക്ക് ഓർ ഡെപ്റ്റേഴ്സ്. ക്യാഷ് എന്നാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിനെക്കാട്ടും കൂടുതലും ലിക്വിഡ് ആണെന്നുള്ളതാണ്. The ratio can be manipulated by overvaluing assets or by hiding some liabilities. റേഷ്യോ അങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അസറ്റ് ഓവർ വാല്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണ് ചില ലയബിലിറ്റി ഹൈഡ് ചെയ്തിട്ടോ നമുക്ക് എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് വിൻഡോ ഡ്രസ്സിങ്. അത് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ 3 മാർക്കിന് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ പാർട്ട് എ സെക്ഷനിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് എപ്പോഴും നമ്മൾ എന്താണ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എന്താണ് ഇതിപ്പോൾ FM ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന FMSലൊക്കെ ചിലപ്പോൾ എന്താണ് ഇത് ചോദിക്കാറുണ്ട്, അക്കൗണ്ടിങ്ങിൽ എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വിൻഡോ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വിൻഡോ ഡ്രസ്സിങ്? വിൻഡോ ഡ്രസ്സിങ് മീൻസ് ആർട്ടിഫിഷ്യലി ഇംപ്രൂവിങ് ദ കറണ്ട് റേഷ്യോ ബൈ മാനിപ്പുലേറ്റിംഗ് കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ്. അത് നമ്മളെന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുക. നമ്മളെ കണക്കുകൾ എന്താണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെന്താണ് കറണ്ട് അസറ്റ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുകയോ ചെയ്തിട്ട് എന്താണ് ആർട്ടിഫിഷ്യലി കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലതാണെന്ന് കാണിക്കുക. നമ്മൾ ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാനായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാനായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിനാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുക. ആർട്ടിഫിഷ്യലി ഇംപ്രൂവിംഗ് കറണ്ട് റേഷ്യോ ബൈ മാനിപ്പുലേറ്റിംഗ് കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി. ഇറ്റ് ഡസ് നോട്ട് ഇംപ്രൂവ് ദ ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ബട്ട് ഓൺലി പ്രസൻസ് എ ബെറ്റർ ഫിനാൻഷ്യൽ പിക്ചർ. ശരിക്കും ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അവിടെ കാണിക്കുന്നില്ല. ഇറ്റ് ഓൺലി പ്രസൻസ് എന്താണ് എ ബെറ്റർ ഫിനാൻഷ്യൽ പിക്ചർ എന്നുള്ളതാണ്. ഇനി ലിക്വിഡ് റേഷ്യോ ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് റേഷ്യോ കണ്ടത്. ഇത് രണ്ടും ലിക്വിഡിറ്റി റേഷ്യോസിൻ്റെ വലിയൊരു എന്താണ് ഹെഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസിൽ ആദ്യം കണ്ടത് എന്താണ് കറണ്ട് റേഷ്യോ ആണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. അതിന് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയും. Liquid ratio or quick ratio is the ratio of liquid assets or quick assets to current liabilities. It measures the immediate ability of a business to pay its current liability. ഇതെന്താ മെഷർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൻ്റെ ഇമ്മീഡിയറ്റ് എബിലിറ്റി ആണെന്ത് ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി. അതിൻ്റെ കറണ്ട് ലയബിലിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള എബിലിറ്റിനാണ് ഈ പറയുന്ന നമ്മുടെ ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നുള്ളതാണ്.
ഇതിനെ നമ്മൾ നിയർ മണി റേഷ്യോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ അല്ലേ. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ. ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് ലിക്വിഡ് റേഷ്യോ. അതിൻ്റെ കോമ്പോണൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ലിക്വിഡ് അസറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? എല്ലാ കറണ്ട് അസറ്റും വരും. അതിൽ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ്, ഈ കറണ്ട് അസറ്റുകൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ കറണ്ട് അസറ്റ്സ് ഒക്കെ വരും. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറയ്ക്കണം, അതുകൂടാതെ സ്റ്റോക്കും കുറയ്ക്കണം. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള, അപ്പോൾ ഈ സ്റ്റോക്കും ഈ പറയുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിയിട്ടുള്ള എന്താണ് 7ഓളം വരുന്ന കറണ്ട് അസറ്റ്. ഇതിൻ്റെ കണ്ടീഷനിൽ ഇത് രണ്ടും ഒഴിവാക്കുക നിങ്ങൾ. മറ്റ് കറണ്ട് അസറ്റുകൾ എന്താണ് പെടാത്തുണ്ടെങ്കിൽ അതും വരും. പക്ഷേ ഇത് രണ്ടും ഒഴിവാക്കുക, സ്റ്റോക്ക് ആൻഡ് എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ അതാണ് ലിക്വിഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാം. അപ്പോൾ പിന്നെ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻവെൻട്രി എന്താണ് ടേക്സ് ടൈം ടു കൺവേർട്ട് ടു ക്യാഷ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് കനോട്ട് ബി കൺവേർട്ട് ടു ക്യാഷ് ആണ്. അപ്പോൾ രണ്ടും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. ഇൻവെൻട്രി സമയമെടുക്കും. ഇത് എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ എന്താണ് കറണ്ട് ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് പേബിൾ വിത്തിൻ 1 year. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ബിക്കോസ് ഇറ്റ് ഈസ് റീപേബിൾ ഓൺ ഡിമാൻഡ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കൂടി ഇതിൽ വരും. പിന്നെ ആസിഡ് എന്താണ് ടെസ്റ്റ് റേഷ്യോ. അത് നമ്മൾ ഈ ലിക്വിഡ് റേഷ്യോ എന്താണ്, ക്വിക്ക് റേഷ്യോ ഇസ് കോൾഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ബിക്കോസ് ഇറ്റ് റിമൂവ്സ് ലെസ് ലിക്വിഡ് അസെറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്. അപ്പോൾ ലെസ് ലിക്വിഡ് അസെറ്റ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിനെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രൂലി ലിക്വിഡിറ്റി അറിഞ്ഞാൽ ഇത് വേണം. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് 1:1 ആണ്. ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്താണ് 1:1 ആണ്. അതിൽ 1:1 കൂടിക്കഴിഞ്ഞാൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. 1:1 കുറവാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ 2:1 കിട്ടിയെന്ന് വെക്കുക. നമ്മളിപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ഒരു ഐഡിയലായിരുന്നു 2:1. അപ്പോൾ അത് ഇതിലും കിട്ടി. ഈ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോയിൽ എന്താണ് 2:1 കിട്ടിക്കഴിഞ്ഞാൽ ഗുഡ് ലിക്വിഡിറ്റി ആണ്. പക്ഷെ എന്താണ് ക്വിക്ക് അസറ്റ്സ് ആർ സഫിഷ്യൻ ടു പേ കറണ്ട് ലയബിലിറ്റി. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഒരു ടേൺ ഓവറൊക്കെ കുറച്ച് ബാധിക്കുന്ന വിഷയമായിരിക്കും 2:1 വന്നാൽ. ബിലോ അപ്പോൾ എന്താണ് 1/2 വന്ന്, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി വീക്കാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് എന്താണ് ഈ ലിക്വിഡിറ്റി റേഷ്യോ ആണ് അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോന് സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. മെഷേഴ്സ് ദ ഇമ്മീഡിയറ്റ് ഓർ ഇൻസ്റ്റൻറ്റ് ഡെപ്റ്റ് പേയിങ് എബിലിറ്റി. അത് കൃത്യമായിട്ട് എന്താണ് ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് പേയിങ് എബിലിറ്റിയെ മെഷർ ചെയ്യുന്നു. ഇൻഡിക്കേറ്റ്സ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കൺസിഡേർഡ് ബെറ്റർ ദാൻ കറണ്ട് റേഷ്യോ. ഇത് കറണ്ട് റേഷ്യോനെക്കാട്ടിയും ബെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് എക്സ്ക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. യൂസ്ഫുൾ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതെന്താണ് ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ യൂസ്ഫുൾ ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. ഇത് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നേരത്തെ കണ്ട പോലെയാണ്. ഹൈ ക്വിക്ക് റേഷ്യോ വന്നാൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട്, എഫിഷ്യൻറ്റ് കളക്ഷൻ ഓഫ് റിസീവബിൾ ആണ്, പക്ഷേ എന്താണ് ഐഡിയൽ ക്യാഷ് ഉണ്ടാവും എന്നുള്ളതാണ്. ടൈംലി പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ലോ റേഷ്യോ വരുന്ന എന്താണ് പുവർ ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി വളരെ മോശമാണ്. സ്ലോ കളക്ഷൻ ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്. ഡിഫിക്കൽട്ടി ഇൻ പേയിങ് എന്താണ് കറണ്ട് ലയബിലിറ്റി. ഇൻഡിക്കേറ്റ്സ് വീക്ക് മാനേജ്മെൻറ്റ് ഓഫ് എന്താണ് ലിക്വിഡ് അസറ്റ്സ് ആണ്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ഇങ്ങനെ ഡാറ്റ നിങ്ങൾക്ക് തരും. അതിന് കൃത്യമായിട്ട് ലിക്വിഡ് അസറ്റ്സ് എടുത്ത് വെക്കുക. അപ്പോൾ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റി. അപ്പോൾ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് നിങ്ങൾ എടുക്കരുത്, അത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എടുക്കുക. പിന്നെ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ക്വിക്ക് അസറ്റ്സിൽ എന്താണ് ഈ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഈ ക്യാഷ്, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 3,60,000 വന്നു. കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് ഇത് 3 ആഡ് ചെയ്യുക. അപ്പോൾ 3,60,000 ഡിവൈഡ് ബൈ 4,80,000. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് 0.75:1 ആണ്. അപ്പോൾ ക്വിക്ക് റേഷ്യോ എന്താണ് ബിലോ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. സ്റ്റാൻഡേർഡിൽ കുറവാണുള്ളത്, 1:1 കുറവാണ്. സോ ഫോർ എവറി ₹1 കറണ്ട് ലയബിലിറ്റി ദർ ഇസ് ഓൺലി 0.75. അതായത് ₹1 75 പൈസയെ കയ്യിലുള്ളൂ തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ദ ഫേം മേ ഫേസ് ഡിഫിക്കൽട്ടി ഇൻ പേയിങ് ഷോർട്ട് ടേം ലയബിലിറ്റി. ഫേം എന്താണ് ഷോർട്ട് ടേം ലയബിലിറ്റി തിരിച്ചടയ്ക്കാൻ അത് ഡിഫിക്കൽട്ടി ആയിട്ട് വരും. സോ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് പുവർ, അൺസാറ്റിസ്ഫാക്ടറി. ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ് പുവർ ആണ്, അത് അൺസാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലിക്വിഡ് അസറ്റ്സിനെ കുറിച്ചിട്ട് ലിക്വിഡ് റേഷ്യോനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെക്കുക. അത് അതേപടി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ഓക്കെ.